നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 എയിംസിലെ വിവിധ സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗിൻ്റെ ഓപ്പൺ റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. BSc നഴ്സിംഗിൻ്റെ 2 റൗണ്ട് കൗൺസിലിങ്ങുകൾ കഴിഞ്ഞു. അതിനുശേഷം വേക്കൻസി വന്ന സീറ്റിലേക്കാണ് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗ്. ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയും കോളേജുകളുടെ ചോയ്സുകൾ ഫില്ല് ചെയ്യണം. എയിംസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിലൂടെ തന്നെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത്. സെപ്റ്റംബർ 10 മുതൽ സെപ്റ്റംബർ 14 വൈകുന്നേരം 5 മണി വരെ കോളേജ് ചോയ്സ് ഫില്ല് ചെയ്യാം. 18 കോളേജുകളിലാണ് BSc നഴ്സിംഗ് കോഴ്സ് ഉള്ളത്. ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത് എന്നതിൻ്റെ ലിസ്റ്റ് വന്നിട്ടില്ല. ഒന്നാമത്തെ റൗണ്ടിലും രണ്ടാമത്തെ റൗണ്ടിലും അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് ഓപ്പൺ റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജിൽ നിന്ന് റിസൈൻ ചെയ്യണം. അവർക്ക് ആ സീറ്റ് സറണ്ടർ ചെയ്തതിന് ശേഷം ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കണമെങ്കിൽ അവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജ് റിസൈൻ ചെയ്തതിന് ശേഷം അത് സീറ്റ് സറണ്ടർ ചെയ്തതിന് ശേഷം 14 വൈകുന്നേരം 5 മണി വരെ സറണ്ടർ ചെയ്യാവുന്നതാണ്. സറണ്ടർ ചെയ്തതിന് ശേഷം കോളേജ് ചോയ്സ് ഫില്ല് ചെയ്ത് ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. ഓപ്പൺ റൗണ്ട് അലോട്ട്മെന്റിന്റെ റിസൾട്ട് 19 പബ്ലിഷ് ചെയ്യുന്നത്. ഓപ്പൺ റൗണ്ടിൽ സീറ്റ് ലഭിക്കുന്ന കുട്ടികൾ 20 മുതൽ 25 വൈകുന്നേരം 5 മണി വരെ ലഭിച്ചിട്ടുള്ള കോളേജ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുത്ത് കോളേജ് ലഭിക്കാത്ത കുട്ടികൾക്ക് ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. എയിംസിന്റെ വെബ്സൈറ്റിൽ ക്വാളിഫയിങ് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും പങ്കെടുക്കാത്ത കുട്ടികൾക്കും ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലും കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ സീറ്റ് സറണ്ടർ ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്തവർക്കും ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കാം. എയിംസിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉള്ള പേജ് ഓപ്പൺ ആകും. അവിടെ കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അവിടെ കോളേജുകളുടെ ലിസ്റ്റ് ഉണ്ടാകും. ആ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ എല്ലാം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളെല്ലാം ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. അതിനുശേഷം സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ കോളേജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് കഴിയുമ്പോൾ സെക്യൂരിറ്റി ഫീസ് അടയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ വരും. 25,000 രൂപയാണ് സെക്യൂരിറ്റി ഫീസ്. ഓപ്പൺ റൗണ്ടിൽ പങ്കെടുക്കുന്നതിന് 25,000 രൂപ സെക്യൂരിറ്റി ആയിട്ട് അടയ്ക്കണം. ഓപ്പൺ റൗണ്ടിൽ പങ്കെടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കോളേജൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ 25,000 രൂപ തിരികെ ലഭിക്കുന്നതാണ്. കോളേജ് ലഭിച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴും 25,000 രൂപ തിരികെ ലഭിക്കും. എന്നാൽ ഓപ്പൺ റൗണ്ടിൽ ഒരു കോളേജ് ലഭിച്ചതിന് ശേഷം ആ കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ 25,000 രൂപ തിരികെ ലഭിക്കുകയില്ല. അതുകൊണ്ട് കോളേജ് ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ഓപ്പൺ റൗണ്ടിൽ കോളേജ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ സെപ്റ്റംബർ 20 മുതൽ സെപ്റ്റംബർ 25 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ലഭിച്ചിട്ടുള്ള കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. അതുപോലെ അലോട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം വേണം കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യുവാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.